ഹലോ, ഡോക്ടർ മർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് MAPC 021 ബ്ലോക്ക് 1 യൂണിറ്റ് 2 പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു, സൈക്കോ അനലൈസിസ്. ഇന്ന് ഗോൾ ഓഫ് സൈക്കോ അനലൈസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഒരു വ്യക്തിയെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ആ വ്യക്തിയുടെ ഇൻറ്റേർണൽ ഫോഴ്സസിനെ റീഓർഗനൈസ് ചെയ്യുക എന്നതാണ്. ദെൻ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതായത് അവരുടെ പ്രോബ്ലം എന്താണെന്ന് സ്വയം കണ്ടെത്താനുള്ള കഴിവിലേക്ക് അവരെ എത്തിക്കുക. അതായത് പഴയ പ്രോബ്ലംസ് അല്ലെങ്കിൽ പഴയ കുറേ ഈവൻറ്റ്സ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഇന്നവർക്ക് അവരുടെ പ്രസൻറ്റ് ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ്, അവരുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, മോട്ടീവ്സ്, കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് മേജർ ഗോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിന് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനെ മാറ്റി പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ്. ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ജീവിക്കുന്ന സൊസൈറ്റിയുമായിട്ട് കോപ്പപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഏതൊരു പ്രോബ്ലം വന്നാലും അതിനെ നേരിടാൻ തക്ക വിധം കറേജ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി സൈക്കോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഏർജസ് കിടപ്പുണ്ടാവും, അതിനെ റിയലിസ്റ്റിക് ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സൈക്കോ അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, സൈക്കോ അനലൈസിസിൻ്റെ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദി അനലിസ്റ്റിക് ഫ്രെയിം വർക്കാണ്. നമ്മുടെ അടുത്ത് അനോണിമസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും വരുന്നത്, നമുക്കറിയാവുന്ന ആളായിരിക്കണമെന്നില്ല നമ്മുടെ അടുത്ത് വരുന്നത്. അങ്ങനെ വരുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു റെഗുലാരിറ്റി, കൺസിസ്റ്റൻസും ഒക്കെ കൊടുക്കണം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്യണം. അതിന് ക്ലയൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. വരുന്ന വ്യക്തിയെ നമ്മൾ ഏതൊക്കെ സമയത്താണ് നിങ്ങൾ വരേണ്ടത്, രണ്ടുപേരും കൂടിയാണ് ടൈം ബൗണ്ട് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആ പർട്ടിക്കുലർ ടൈം നോക്കണം. ദെൻ കൺസിസ്റ്റൻസി, കൃത്യസമയമായിരിക്കണം, മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരണം. ദെൻ റെഗുലാരിറ്റി, ആഴ്ചയിൽ 2 ദിവസമാണോ 1 ദിവസമാണോ, അങ്ങനെ അതിനെ കറക്റ്റായിട്ട് എത്ര ദിവസത്തേക്ക് ഇതുണ്ട്, എത്ര ദിവസം കൊണ്ടാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. ദെൻ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രീ അസോസിയേഷനാണ്. അതായത് ക്ലയൻറ്റിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രസൻറ്റ് ലൈഫിനെ എങ്ങനെയാണ് പഴയ ഇമേജസ്, ഫീലിങ്സ്, തോട്ട്സ്, ഈവൻസൊക്കെ ഇപ്പോഴത്തെ ലൈഫിനെ ബാധിച്ചിരിക്കുന്നത്. അതിന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ആ വ്യക്തിയെ ഒരു കൗച്ചിൽ ഇരുത്തിയിട്ട്, അതായത് ഒരു കസേരയിൽ ഇരുത്തി, എന്നിട്ട് പാർഷ്യലി ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമായിരിക്കും. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് മുഴുവനും തുറന്നു പറയാൻ. അതായത് ചെറുപ്പകാലങ്ങൾ മുതൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫീലിങ്സ്, അത് വിഷമമുള്ളതാട്ടെ സന്തോഷമുള്ളതാട്ടെ എന്തുമാകട്ടെ, അതെല്ലാം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് അങ്ങനെ അവരെ കൊണ്ട് തുറന്നു പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരത് തുറന്നു പറഞ്ഞു കഴിയുമ്പം സൈക്കോ അനലിസ്റ്റിന് മനസ്സിലാകും വർഷങ്ങളായിട്ട് ഇവരുടെ മനസ്സിൽ അടുക്കി വെച്ചിരുന്ന, റെസിസ്റ്റ് ചെയ്ത് അവരെങ്ങനെ താത്തി റെപ്രസ് ചെയ്ത് വെച്ചിരുന്ന, പുറത്തേക്ക് വരാതെ റെസിസ്റ്റ് ചെയ്യും ആ ചൈൽഡ്ഹുഡ് ട്രോമാസ്, എക്സ്പീരിയൻസ്, ഈവൻസ്, ഇതെല്ലാം ഫ്രീ അസോസിയേഷനിലൂടെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡ്രീം അനാലിസിസ് ആണ്. ഡ്രീം അനാലിസിസ് ചെയ്യുമ്പം സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്, യുങ് ഉണ്ട്. ഇതിനെ നമുക്ക് ഫസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയാം. ഇത് റിയൽ ലൈഫിൽ നടക്കാത്ത കുറേ കാര്യങ്ങളാണ് ഡ്രീംസിലൂടെ വരുന്നത്. അപ്പോൾ ഈ ഡ്രീംസിലൂടെ വരുമ്പം നമ്മൾക്ക് അതൊരു ക്ലൂ ആണ്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ക്ലൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും, ഡിസയേഴ്സ്, ഇമ്പൾസസ്, ഇതൊന്നും ഒരിക്കലും ഇതിന് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിനെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാതെ അതവിടെ കിടപ്പുണ്ട്.
ഈഗോയും സൂപ്പർ ഈഗോയും ഒന്നും ഇതിനെ റെസിസ്റ്റ് ചെയ്ത് താഴേക്ക് വിടുകയല്ലാതെ റെസിസ്റ്റ് ചെയ്യുകയാണ് മുകളിലേക്ക് വരാതെ. അപ്പോൾ അത് റെപ്രസ് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഏതിൻ്റെ ആഗ്രഹങ്ങൾ സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാവാം, സെക്സ്വൽ ഡിസയേഴ്സ് ആവാം, അങ്ങനെ എന്തുമാകട്ടെ, ഇതിനെ ആ ഒരു ഡ്രീംസിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടത് പുറത്തേക്ക് കൊണ്ടുവരിപ്പിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡ്രീംസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഇതിനൊന്നും ഒരു തടസ്സങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ അവരെ കൊണ്ട് പുറത്ത് കൊണ്ടുവരിപ്പിക്കുന്നു. ഈ ഡ്രീമിന് തന്നെ 2 ആക്സെപ്റ്റ് പറയുന്നുണ്ട്. ഒന്ന് മാനിഫെസ്റ്റ് കണ്ടന്റ് എന്ന് പറയും, സ്വപ്നം കാണുകയും അതിന് പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ലേറ്റന്റ് കണ്ടന്റ് അത് വന്നിട്ട് ഒരു ഹിഡൻ കണ്ടന്റ് ആണ്. അത് മറച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനൊരു ഇന്നർ മീനിങ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ്. ഇപ്പം ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഫ്രീ അസോസിയേഷനും ഡ്രീം അനാലിസിസും വഴി കിട്ടിയത് കുറേ കാര്യങ്ങൾ സൈക്കോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എന്നിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റിനെ ടീച്ച് ചെയ്യുന്നു. ക്ലയൻറ്റിനോട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഇങ്ങനെ ആവാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഡ്രീംസിലൂടെയും ഫ്രീ അസോസിയേഷനിലെയും കിട്ടിയതാണ്. നിങ്ങളുടെ പാസ്റ്റിലെ ഈ പ്രോബ്ലംസൊക്കെ ഇത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊരു ബിഹേവിയറിലേക്ക് നിങ്ങൾ വന്നത്. എന്നിട്ട് തെറാപ്പിസ്റ്റും ക്ലയൻറ്റും കൂടി ഒരുമിച്ചിരുന്ന് ക്ലയൻറ്റിൻ്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയുണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ലൈഫിലേക്ക് ബാധിച്ചിട്ടുള്ളത്, അതേക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നു. ഇതിന് ക്ലയൻറ്റിൻ്റെ റെഡിനെസ് കറക്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ കൗൺസിലർ കറക്റ്റ് ടൈമിൽ വേണം ഇത് പറയാൻ. ഇത് പറയുമ്പോഴും ആ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം സർഫേസ് ലെവലിൽ നിന്ന് സാവകാശം അതിനെ ഡീപ്പ് ലെവലിലേക്ക് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ അതായത് ക്ലയൻറ്റിൻ്റെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് ക്ലയൻറ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അനലൈസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത്? അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ തെറാപ്പിസ്റ്റ് കൗൺസിലിങ് അല്ലെങ്കിൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്താലും ക്ലയൻറ്റ് പ്രിവെൻറ്റ് ചെയ്യും, അൺകോൺഷ്യസ് മെറ്റീരിയൽസ് പുറത്തേക്ക് കൊണ്ടുവരാതെ. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ റെസിസ്റ്റൻസ് ചെയ്യുന്നത് ഒരുതരം ഡിഫെൻസാണ്. കാരണം അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പം ആ ഓർമ്മ പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ആൻസൈറ്റി ഉണ്ടാക്കുന്നതാവും. അപ്പോൾ എന്താണ്, ഈഗോയോടെ തടസ്സം നിർത്തും, വേണ്ട പുറത്തേക്ക് കൊണ്ടുവരേണ്ട. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് വരുന്നു. എന്നാൽ തെറാപ്പിസ്റ്റ് ഈ റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ക്ലയൻറ്റിനെ നന്നായിട്ട് സഹായിക്കുന്നു. നിർബന്ധപൂർവമല്ല, ക്ലയൻറ്റിൻ്റെ സമ്മതത്തോടു കൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഫ്രീ അസോസിയേഷനിലൂടെയും അതോടൊപ്പം തന്നെ ഡ്രീം അനാലിസിസിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ടെക്നിക്സിലുള്ളതാണ്. അനലൈസ് ഓഫ് ട്രാൻസ്ഫറൻസ്. അതായത് ട്രാൻസ്ഫറൻസ്, അവിടെ എന്തോ ഒരു ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. ക്ലയൻറ്റിന് കൗൺസിലിനോട് തോന്നുന്ന ഒരു താല്പര്യം, ക്ലയൻറ്റിൻ്റെ പാസ്റ്റിലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗറോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫിഗറോ ആയിരിക്കാം ചിലപ്പം തെറാപ്പിസ്റ്റ്. അപ്പോൾ ഒരു തരത്തിലുള്ള, ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഒരു പേരൻ്റ് ഫിഗറായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെയാകുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ് അവിടെ വരുന്നുണ്ട്, അട്രാക്റ്റീവ് വരുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് അതത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ കൗൺസിലറുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ അത് നന്നാവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അങ്ങനെ ഒരു ഫീൽ ചെയ്യും. ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിന തന്നെയാണ്. കൗൺസിലറിനോട് ഒരു താല്പര്യം തോന്നുക. ഇനി അത് ക്ലയൻറ്റ് അറിഞ്ഞുകൊണ്ട് വരുന്നതും അല്ലാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വന്നെങ്കിൽ അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ അത് അഫെക്ഷനേറ്റീവ് ആവാം, അട്രാക്റ്റീവ് ആവാം, ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടാവും കൗൺസിലറിനോട് അവർക്ക്. ചിലപ്പോൾ അത് ഓവർ
പോസിറ്റീവ് ആയാൽ പ്രോബ്ലമാണ്. അങ്ങനെ ഓവർ പോസിറ്റീവ് ഒക്കെ ആയാൽ അവർ ഓവർ ഐഡിയലൈസ് ചെയ്യും. ചിലപ്പോൾ അവർക്ക് സെക്സ്വൽ ഫീലിങ്സ് തോന്നാം. അപ്പം ഈ രീതിയിലൊക്കെ വരുന്നു. ഇനി അത് നെഗറ്റീവ് ആണെങ്കിലോ ഒരു ഒരു ശത്രുത അല്ലെങ്കിൽ അവരോടൊരു നീരസം ഇതൊക്കെ തോന്നാനുള്ള കാരണങ്ങളാവുന്നു. അപ്പോൾ ഇത് വരാതെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കൗൺസിലർക്ക് തോന്നിയാൽ കൗൺസിലർ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഉണ്ട്, അടുത്ത ടെക്നിക്കിൽ വരുന്നതാണ്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൗൺസിലറിന് ക്ലയൻറ്റിനോട്, അതായത് പാസ്റ്റിലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു പേരൻറ്റ് ഫിഗറായിട്ടോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഫിഗറായിട്ടോ ആ രീതിയിൽ ഒരു അട്രാക്റ്റീവ് ഫിഗറായിട്ട് തോന്നുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ക്ലയൻറ്റിന് ഓടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ തെറാപ്പിസ്റ്റിന് സ്വയം മനസ്സിലാവുകയാണ് എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് എന്ന് തെറാപ്പിസ്റ്റിന് സ്വയം മനസ്സിലായാൽ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യണം? വളരെ ന്യൂട്രലായിട്ട് ക്ലയൻറ്റിനെ മറ്റൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കേണ്ടതാണ്. തെറാപ്പി നിർത്തിവെക്കേണ്ടതാണ്. അതായത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയണ്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്രയും കൃത്യമായ ഒരു റീസൺ ക്ലയൻറ്റിനോട് പറഞ്ഞ് ക്ലയൻറ്റിനെ വളരെ ന്യൂട്രലായിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക്, ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.